പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, മൂന്നാം ദിവസം. ലേവ്യരുടെ പുസ്തകം 26 അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവമായ കർത്താവ് തൻ്റെ കൂടാരം നമ്മുടെ ഇടയിൽ സ്ഥാപിക്കും. അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുകയില്ലെന്നും നമ്മളോടൊത്ത് അവിടുന്ന് സഞ്ചരിക്കുമെന്നും നാം അവിടുത്തെ ജനവും അവിടുന്ന് നമ്മുടെ ദൈവവുമാണെന്ന് അവിടുന്ന് ഉറപ്പ് തരികയാണ്. നമ്മൾ ഈ ലോകത്ത് നിവർന്ന് നടക്കേണ്ടതിന് നമ്മുടെ മേലുള്ള നുകത്തിൻ്റെ കെട്ടുകൾ അവൻ പൊട്ടിച്ചിരിക്കുന്നു. പാപത്തിൻ്റെയും എല്ലാവിധ ബന്ധനങ്ങളുടെയും നുകം നമ്മുടെ ദൈവമായ കർത്താവ് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ നാം സമഗ്ര വിമോചിതരായി തീർന്നിരിക്കുന്നു. അവിടുത്തെ സ്നേഹസാന്ത്വനങ്ങൾ അനുഭവിക്കുവാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ കഷ്ടതകളുടെ നടുവിലും നാം നിവർന്നു നിൽക്കണമെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് കുനിഞ്ഞ് നമ്മളെ പോറ്റുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കൂടാരം നമ്മുടെ ഇടയിലുണ്ട്. അവിടുന്ന് നിത്യസാന്നിധ്യമായി നമ്മോടൊപ്പമായിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിത മേഖലകളിൽ വേദനകളും കഷ്ടതകളും നിറയുമ്പോൾ ഞങ്ങളെ നിവർന്നു നിൽക്കാൻ സഹായിക്കണേ. അങ്ങയുടെ സാന്ത്വന സ്നേഹം പകർന്നു തരണേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.